എഡ്ജ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ഒരു PYQ ആണ്. The quantities n, a, b, c, d and e are related as n is equal to 2abc plus 3de. If a, b, c, d, e increase by 25%, 60%, minus 10%, 20% and 50% respectively, what is the percentage increase in n? നമ്മളോട് പറഞ്ഞിരിക്കുന്ന N, A, B, C, D, E എന്നീ ക്വാണ്ടിറ്റീസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് N ഈസ് ഈക്വൽ ടു 2ABC പ്ലസ് 3DE എന്നൊരു ഫോർമാറ്റിലാണ്. എയും ബിയും സിയും ഡിയും ഇൻക്രീസ് ചെയ്തു. അതായത് എ 25%, ബി 60%, സി -10 അതായത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്, ഡി 20%, ഇ 50% എന്നിങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എന്നിലെ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 60%, 45%, 80%, 72% ആണ്. നമ്മൾ ആദ്യം ഈ എ ബി സി ഡി ഇ ഈ ഒരു ക്വാണ്ടിറ്റീസിന് 1 എന്ന ആ ഒരു വാല്യൂ കൊടുത്തു. സോ അങ്ങനെ വരുമ്പം n ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് വന്നു. അതായത് ടെക്നിക്കലി പറയുമ്പോൾ n ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. എ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 25% ആണ്. അപ്പം 100 നമ്മുടെ പെർസെൻറ്റേജ് വരുന്നത്. അപ്പോൾ 25% ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 125/100 എന്നാണ്. 125/100 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1.25 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബിയുടെ കണ്ടുപിടിക്കണം. ബിയുടെ 60% ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. 60% എന്ന് പറയുമ്പോൾ 160/100 ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു ഇനി സിയുടെ 10% ഡിക്രീസ് ചെയ്തു എന്നുള്ളത്, അതായത് 90/100 ഈസ് ഈക്വൽ ടു 0.9 എന്ന് വരും. ഇൻറ്റു പ്ലസ് ഇനി 3 ആണ്. 3 ഇൻറ്റു ഇനി നമ്മുടെ ഡിയു ഇയു ആണ്. ഡിയുടെ വരുമ്പോൾ എത്രയാണ്? 20% ഇൻക്രീസ് ചെയ്തു എന്നുള്ളത്, അതായത് 120/100 ഈസ് ഈക്വൽ ടു 1.2 എന്ന് കിട്ടും. ഇൻറ്റു ഈടേത് 50% ആണ്, അതായത് 150/100 അതായത് 1.5. അപ്പം n ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1.25 ഇൻറ്റു 1.6 ഇൻറ്റു 0.9 പ്ലസ് 3 ഇൻറ്റു 1.2 ഇൻറ്റു 1.5 എന്ന് വരും. അതായത് n ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1.8 പ്ലസ് 3 ഇൻറ്റു 1.8 എന്ന് വരും. അതായത് 3.6 പ്ലസ് 5.4 ഈസ് ഈക്വൽ ടു 9 എന്ന് വരും. ഇനി നമ്മളോട് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ 9 മൈനസ് 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 80% എന്ന് കിട്ടും. താങ്ക് യു.